അസ്സലാമു അലൈക്കും. എല്ലാ പ്രേക്ഷകർക്കും ഇസ്ലാഹി ടി വിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു ചർച്ച സംഘടിപ്പിക്കാൻ കാരണം, ഇന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സലഫി, ഫൈസൽ മുസ്ലിയാർ, ഇവർ രണ്ടുപേരുടെയും ഒരു വീഡിയോ കാണാനിടയായി. അതിൽ ആ ബഹുമാനപ്പെട്ട രണ്ട് പണ്ഡിതന്മാരും പറയുന്നത് ജിന്ന് കയറുന്ന വിഷയത്തിൽ KNM നിലപാട് ഇതാണ് എന്നാണ് അവർ പറയുന്നത്. അത് കണ്ടപ്പോഴാണ് ബഹുമാനപ്പെട്ട മുനീർ സലഫി, അബ്ദുൽ വഹാബ് പരപ്പനങ്ങാടി, ഇവരെയൊക്കെ കൂടെ നമ്മളൊരു ചർച്ച സംഘടിപ്പിക്കണമെന്ന് വിചാരിച്ചത്. ആർക്കും എന്തും പറയാം, അത് അവരുടെ സ്വാതന്ത്ര്യം, അവർക്ക് അതിൻ്റേതായ നിലപാടുകളും തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ KNM നിലപാട് ഇതാണ് എന്ന് ആരാണ് പറയേണ്ടത്? KNM നിലപാട്, KNM നേതൃത്വമുണ്ട്. ഞാൻ KNM ഖത്തറിലെ പോഷക സംഘടനയുടെ ഒരു ഭാരവാഹിയാണ്. അതുകൊണ്ട് തന്നെ KNM നിന്നും മുമ്പ് KNM ഉണ്ടായിരുന്ന, KNM നിന്നും വിട്ടുപോയ ആളുകൾ KNM നിലപാട് ഇതാണ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ കണ്ടപ്പോൾ എന്തോ ഒരു പ്രയാസം തോന്നി. കാരണം KNM കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ KNM കുറിച്ച് കൂടുതൽ പറയാനിപ്പോൾ ഇവിടെ സമയമില്ല. 100 വർഷത്തോളം കേരളത്തിൻ്റെ എല്ലാവിധ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ എല്ലാ മണ്ഡലങ്ങളിലും കേരളം KNM കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. അത് വേറെ വിഷയം, അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ മുനീർ സലഫി, എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, അത് ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ഈ ജിന്ന് ശരീരത്തിൽ കയറുന്നതിനെ കുറിച്ചും ഇറക്കുന്നതിനെ കുറിച്ചും അങ്ങനെ 2-3 ക്ലിപ്പുകളുണ്ട്. പിശാച് രോഗമുണ്ടാക്കുന്നതിന് മുമ്പൊക്കെ ഒരു പ്രസിദ്ധീകരണത്തിൽ ജിന്നെ വഴിയിലും മരങ്ങളിലൊക്കെ ജിന്നിനെ കാണാറുണ്ടായിരുന്നു എന്നൊക്കെ. വിശുദ്ധ ഖുർആനിൽ ജിന്നിനെ കാണാൻ പറ്റില്ല എന്നാണ് നമ്മളൊക്കെ പഠിച്ചത്. അപ്പോൾ എന്താണ് താങ്കൾ ചെറിയ രീതിയിലൊന്ന് വിശദീകരിച്ചത്? ഇത് ഇവിടെ അതുപോലുള്ളതും രാത്രിയിൽ പുറത്തിറങ്ങിയാൽ വഴിയിലും മരങ്ങളിലും അവർ ജിന്നുകളെ കണ്ടെത്തുമായിരുന്നു. പ്രധാനവും ചോദിക്കലുണ്ട്, ജിന്നിനെ കാണലുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെറുതെ ഒരു കണ്ടിട്ടുണ്ട് എന്നുള്ള ഇവരാണ് എഴുതുന്നത്. ജിന്ന് നടക്കുമ്പോൾ വഴിയിലും ജിന്ന്, മരത്തുമലും ജിന്ന്, ഈ രൂപത്തിൽ അവരെ പിശാച് കീഴടക്കിയിരുന്നു. ഇതിൽ എഴുതിയപ്പോൾ 58-ാമത്തെ പേജിലാണ്. ഇവിടെ നടക്കണ വഴിയിലും ജിന്ന് ഒരു കാണുക, മരത്തുമലും ജിന്നിനെ കാണുക. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാണുകൊണ്ട് ചട്ടയിലും കൊടുത്തിട്ട് തന്നെ ഇതേ കാര്യം ഈ ബുക്കിന്റെ ചട്ടം വളരെ പ്രധാനപ്പെട്ട ഇതായതുകൊണ്ടല്ലേ ഇത് കൊടുക്കുക. അപ്പോൾ അതിൽ തന്നെ ഷെയ്ഖ് അബ്ദുൽ ഖാവിയെ പോലെയുള്ള പ്രബോധകർ സ്വീകരിച്ച രീതി ഇവിടെ നമ്മൾ കേട്ടല്ലോ. അബൂബക്കർ സലഫി, ഈ അബൂബക്കർ സലഫി എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരു വിചിത്രമായ വാദം ഡോക്ടർ ഗോപിനാഥ് മുതുകാടിനെ കുറിച്ച്. മുതുകാട് അന്ന് പത്രത്തിലെ വാർത്തകളൊക്കെ അഡ്വാൻസ് ആയിട്ട് പറയുന്നത് ജിന്ന് പറഞ്ഞു കൊടുത്തിട്ടാണെന്നില്ല അദ്ദേഹത്തിന് പ്രസംഗം കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. ഉറപ്പല്ല മുതുകാടിലൊക്കെ ഉണ്ടെന്നുള്ളത് ഒക്കെ പൈശാചികമായ പ്രവർത്തനങ്ങൾ അതിൽ നല്ലോണ്ട്. അല്ലെങ്കിലൊന്നും അങ്ങനെയുള്ള ചെയ്യാൻ പറ്റൂല. നമുക്ക് മനസ്സിലാണ് ചിലതുണ്ട്, അല്ലാത്തത് തന്നെ കണ്ടമാനയിലുണ്ട്. അപ്പൊ പൈശാചിക പ്രവർത്തനത്തിന്റെ ഉണ്ട് നിങ്ങൾ തെളിവ് പറഞ്ഞ ഇതാണോ ഈ മറ്റന്നാളത്തെ പത്രത്തിന്റെ പറയാന്നുള്ളത് അല്ലേ? അതെ. അങ്ങനെ ഒരു പ്രവൃത്തി, അങ്ങനെ ഒരു പിശാചിന് പറയാൻ പറ്റുമോ? നാളത്തെ കാര്യം പിശാചിന് പറയാൻ പറ്റുമോ? പിശാജ് നാളത്തെ കാര്യമല്ലേ പറയാ. പിശാജ് ഇപ്പൊ അവിടെ പത്രം അടിക്കണോ മറ്റൊക്കെ പിശാജിന് കാണാൻ പറ്റും നമ്മുടെ മാതിരി. അതെ, നാളത്തെ പത്രം നാളെ മറ്റന്നാളല്ലേ അടിക്കുള്ളൂ. അല്ല, നാളത്തെ പത്രം ഇന്ന് രാത്രി അടിച്ചിട്ടുണ്ടാവും. അതെ അതെ, നാളത്തെ പത്രം എന്ന് വെച്ചാൽ 7 ദിവസത്തെ. അല്ലാതെ എങ്ങനെ അയാൾ പറഞ്ഞു? നിങ്ങൾ പറയും പിശാജു അല്ല, അയാൾ തന്നെ പറഞ്ഞെങ്കിൽ നാളെ വരാൻ പോണ പത്രം മുതുകാട് എങ്ങനെ പറയും? നിങ്ങൾ പറഞ്ഞു. അല്ല, ഞാൻ അങ്ങനെ സംഭവം ഞാൻ ഇതുവരെ കേട്ടില്ല. കേട്ടില്ല എന്നാണ്. അതിപ്പോ അടുത്ത കാലത്ത് വലിയ ഏറ്റവും അടുത്ത പ്രശ്നം അതായിരുന്നു. ഇപ്പൊ മഞ്ചേരി നടന്നേ കേൾക്കാതിരിക്കുക ഭയങ്കരതായിട്ട് വന്ന അയാളുടെ 2.5 മണിക്കൂർ മാജിക് ഞാൻ കണ്ടാണ്. ആ കണ്ടല് ഇതേമാതിരി ചങ്ങലയില് പെട്ടിയില് സ്റ്റേജിൽ ഉണ്ട്. ഇതിപ്പോ സീറോ അല്ലാതെ എങ്ങനെയാ അത് വരിക? ഇത് എന്ത് ടെക്നിക്കാന്ന് പറഞ്ഞിരുന്ന? അല്ല, നാളത്തെ കാര്യം ബന്ധിക്കുക ചെയ്ത് അയാള് പിറ്റേന്ന് വരാൻ പോണ 10 or 8 പത്രങ്ങളുടെ ഹെഡിങ്ങുകൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുക ചെയ്തു. അത് മുഴുവൻ ശരിയായി. ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതൻ, അദ്ദേഹം ഹദീസ് പണ്ഡിതനായിട്ടാണ് അറിയപ്പെടുന്നത് ഈ വിസ്റ്റം ഗ്രൂപ്പില്. അപ്പൊ അത്ര ജിന്നിന്റെ സേവ കൊണ്ടാണ് പറയുന്നത് ഈ മുതുകാട് പറയുന്നത്. ഇതൊരു കലയാണ്, ഇത് പഠിച്ചെടുക്കാമെന്നാണ്. അപ്പൊ അതാണ് ഈ അബൂബക്കർ സലഫി എന്ന് പറഞ്ഞാണ്. നമുക്ക് അദ്ദേഹത്തെ അങ്ങനെ, എനിക്ക് അദ്ദേഹത്തെ അറിയുള്ളൂ.
ഇപ്പൊ അദ്ദേഹം പറയുന്നത് KNM ബുക്കിൽ വഴിയിലും ജിന്ന്, മരത്തിലും ജിന്ന്, പോകുന്ന വഴിക്കൊക്കെ ജിന്ന് എന്ന് പഠിപ്പിക്കുന്നുണ്ടെന്നാണ്. പച്ചക്കളവല്ലേ അത്? KNM എങ്ങനെ പുസ്തകത്തിൽ ഈ വഴിയിൽ ജിന്നിനെ കണ്ടു, മരത്തിൽ ജിന്നിനെ കണ്ടു, അതേപോലെ മാളത്തിൽ ജിന്നിനെ കണ്ടു പഠിപ്പിക്കുമോ? കാരണം ജിന്നിനെ കാണാൻ പറ്റൂല. ഇതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു മുസ്ലിം ജിന്നിനെ മനുഷ്യന്മാർക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നില്ല. മുജാഹിദ് പോട്ടെ, കേരളത്തിലുള്ള ഒരു മുസ്ലിം സംഘടനകളും മനുഷ്യർക്ക് ജിന്നിനെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നില്ല. പിന്നെ എങ്ങനെ മുജാഹിദ് നിലപാട് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സലഫിയും ഫൈസൽ മുസ്ലിയാർ KNM നിലപാട് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട്, KNM ഒരു സംഘടനയാണ്, രജിസ്റ്റർ ചെയ്ത സംഘടനയാണ്. അപ്പോൾ ആ KNM നിലപാടെന്ന് പറഞ്ഞുകൊണ്ട് പച്ചക്കളവ് ആളുകൾക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ പോലെ ഇത് സാമാന്യമായിട്ട് ജനങ്ങളൊക്കെ അത് വിശ്വസിക്കൂലേ? ഈ അബൂബക്കർ സലഫിയുടെ ഈ ക്ലിപ്പ് ഇന്ന് ഫൈസൽ മുസ്ലിയാരും അബൂബക്കർ സലഫിയും നടത്തിയിട്ടുള്ള ഈ ഒരു വീഡിയോ കണ്ടാൽ KNM നിലപാട്, KNM വഴിയിലും ജിന്നിനെ കണ്ടു, മരത്തിലും ജിന്നിനെ കണ്ടു, മാളത്തിലും ജിന്നിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞും അവരാണ് ഈ അസുഖങ്ങളൊക്കെ വരുത്തി വെച്ചതെന്ന് പറയുന്നവരാണ് KNMകാർ എന്ന് വിശ്വസിക്കും. സത്യത്തിൽ നമ്മളൊക്കെ അങ്ങനെ ഒരു വിശ്വാസം പോയിട്ട് അതിൻ്റെ ഒരു അരികത്ത് കൂടി ഒരു മുജാഹിദിനും പോകില്ല. കാരണം കഴിഞ്ഞ ഈ ഒരു നൂറ്റാണ്ട് കാലമായിട്ട് കേരളത്തിലുണ്ടായിരുന്ന ഈ ജിന്നുബാധയും ചേക്കുട്ടിപ്പാപ്പയും അതേപോലെ തന്നെ ഗുളികൻ കൂടലും ഇങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും, അന്ധവിശ്വാസങ്ങളെ കരിമ്പടക്കെട്ടിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് ഈ മുസ്ലിം കൈരളിയെ വഴി കാട്ടിയ, കൈപിടിച്ച് നടത്തിയ പ്രസ്ഥാനമാണ് KNM. ആ KNM കുറിച്ചാണ് പറയുന്നത്. വഴിയിലും ജിന്ന്, മരത്തിലും ജിന്ന് എന്നൊക്കെ അവർ പുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. 58ാമത്തെ പേജിൽ പഠിപ്പിക്കുന്നുണ്ടാണ് പച്ചക്കളവ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ KNM ഒരിക്കലും ഇങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്നത് ആളുകളോട് പറയും. ഇത് പരസ്യമായിട്ട് പബ്ലിക്കിലേക്ക് വിട്ട, സോഷ്യൽ മീഡിയയിലൂടെ വിട്ട വീഡിയോ ആണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് അങ്ങനെ ജിന്നുകളെ മരത്തിൽ കണ്ടു, മാളത്തിൽ കണ്ടു, വഴിയിൽ കണ്ടു, ആ ജിന്നുകളാണ് ഈ മാരക രോഗങ്ങളൊക്കെ വരുത്തിയെന്നൊരു വിശ്വാസമേ ഇല്ല. നമ്മളൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ വളർന്ന ആളുകളാണ്, പഠിച്ച ആളുകളാണ്, പ്രബോധനം ചെയ്യുന്നത്. അത് പറയാൻ വേണ്ടിയാണ് ഇന്ന് പ്രത്യേകമായിട്ട് ഈ വിഷയം ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇതൊരു നാച്ചുറൽ പ്രതിഭാസം. പ്രകൃതിയിൽ നമ്മൾ ഇബ്രാഹിം നബി വിഗ്രഹത്തിന് വേണ്ടി ഏറ്റവും വലിയ യുദ്ധം ചെയ്ത് വിഗ്രഹത്തിൻ്റെ തലവെട്ടി അവസാനം മക്കം ഫത്തഹിൻ്റെ അന്ന് ആദ്യം ഇബ്രാഹിം നബിൻ്റെ വിഗ്രഹം എടുത്ത് ഒഴിവാക്കേണ്ട അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു നൂറ്റാണ്ട് കാലമായിട്ട് KNM എന്തിനെതിരാണോ പ്രവർത്തിച്ചത് അതന്നെ KNMലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കൂട്ടം ശ്രമിക്കുന്ന ആളുകളാണല്ലോ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രയോക്താക്കൾ എന്ന് പറയപ്പെടുന്ന വിസ്ഡംവാദികൾ, ജിന്നുവാദികൾ മറ്റു ആളുകൾ മാറിയതുകൊണ്ട് തന്നെ പ്രസ്ഥാനത്തിന് ചെറിയ ആശ്വാസമുണ്ട്. എന്നിരുന്നാലും അവരെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകൾക്കും ഇപ്പോഴും അതിൻ്റെ ഒരു ചെറിയ ഒരു പ്രയോജനം ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. മുനീർ, ഒരു കാര്യം ചോദിച്ചോട്ടെ. നമുക്കിപ്പോൾ മനുഷ്യരെ കുറിച്ച് സംസാരിക്കാനോ അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കാനോ ഉള്ള താല്പര്യത്തെക്കാൾ കൂടുതൽ പലർക്കും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ചു കാലമായി ശ്രദ്ധയിൽപ്പെട്ടത് ജിന്നുകളെക്കുറിച്ചും പിശാചിനെക്കുറിച്ചും, പിശാച് രോഗം ഉണ്ടാക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ ആൾക്കാർക്ക് താല്പര്യം. ഉദാഹരണത്തിന് രക്തം ഉള്ളിടത്തിൽ പിശാച് സഞ്ചരിക്കുമെന്നുള്ള ആ സംഭവം നമുക്കറിയാം. സഫിയ ബിന്ത് ഹുയൈ റളിയല്ലാഹു അൻഹ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്ന സമയത്ത് രണ്ടുപേർ അതുവഴി പോയി. അപ്പോൾ അവർക്ക് മനസ്സിലൊരു തെറ്റിദ്ധാരണ, അതായത് പിശാച് ഉണ്ടാക്കാവുന്ന ഒരു വസുവാസ് ഉണ്ടാക്കേണ്ടതില്ല, ഇതെൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ ആ സന്ദർഭമാണത്. അതെ, ശരിയല്ലേ? അതുപോലെ തന്നെ ഇതിന് തെളിവായ സന്ദർഭം അവിടെ റസൂൽ വളരെ കൃത്യമായിട്ട് ആ അൻസാരി യുവാക്കളെ പഠിപ്പിക്കുകയാണ്. ഇന്ന ഷൈത്വാന യജ്രി മിനൽ ഇൻസാനി മജറദം എന്ന് പറഞ്ഞിട്ട് രക്തം സഞ്ചരിക്കുന്നിടത്ത് പിശാച് സഞ്ചരിച്ച് എന്താ ചെയ്യാ എന്നും അവിടെ പറയുന്നുണ്ട്. അവിടെ ഐ യഖ്ദിഫ ഫീ ഖുലൂബികുമാ, നിങ്ങളെ രണ്ടാളെയും മനസ്സിൽ പിശാച് ചിലപ്പോൾ എന്തെങ്കിലും ഷെറിട്ട് തരും. ഷെയ് എന്നുണ്ട്, ഷെർ എന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പിശാച് ചിലപ്പോൾ നിങ്ങളെ മനസ്സിലിട്ട് തരും. പിശാച് എന്താ ചെയ്യാ? മനസ്സിൽ എന്തെങ്കിലും വസ്വാസ് ഷെർ ഇട്ട് തരുന്ന റസൂലാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ആ ഹദീസ് വളരെ കൃത്യമാണ്. അങ്ങനെ ഇത് മാത്രമല്ലല്ലോ, ശാരീരിക രോഗങ്ങളാണ് പിശാച് ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന ഒരു ആയത്തും ഒരു ഹദീസും ഇല്ല. നമ്മൾ സാധാരണ ഇപ്പോൾ വിസ്റ്റം ആളുകളോട് ഇങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാളെ പരലോകത്ത് പലിശ ഭുജിച്ച ആളുകൾ എങ്ങനെ വരും എന്ന് ഖുർആൻ പറയുന്നൊരു പലിശയുടെ പ്രാധാന്യം പറയാൻ വേണ്ടി. പലിശ എത്ര തെറ്റാണ്, എത്ര വലിയ പാതകമാണ്, അത് ഭുജിച്ച ആളുകൾ, പലിശ ഇഹലോകത്ത് ഭക്ഷിച്ച ആളുകൾ, ആ പലിശ കൊടുക്കുകയും വാങ്ങുകയും ചെയ്ത ആളുകൾ നാളെ പരലോകത്ത് എങ്ങനെയാണ് വരിക എന്ന് പറയുന്നതാണ്. അവൻ ഒരു ഭ്രാന്തനെ പോലെ പരലോകത്ത് വലിയ കൊടവയറുമായിട്ട് വീട് പോലെ വയറുള്ള എന്നൊക്കെ പറയുന്ന ഹദീസിലും ഖുർആനും പറയുന്നത്. അതിനെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അത് ഈ പിശാച് ബാധിച്ചുകൊണ്ടാണ് പലിശ മറിഞ്ഞു വീഴുന്നത്, അല്ലെങ്കിൽ പിശാച് ബാധിച്ചുകൊണ്ടാണ് വലിയ വയറുണ്ടായത്. അപ്പോൾ ഇവിടെയും പിശാച് ബാധിച്ചാൽ വലിയ വയറുണ്ടാകും എന്നൊക്കെ പറയുന്ന വളരെ ചെറിയ കുട്ടികളെ പോലെ
അക്ഷരവായന നടത്തുന്ന ഈ വിസ്റ്റം ആളുകൾക്ക് എങ്ങനെയാണ് കേനമിനെ കുറിച്ചും ഈ ആരോപണം? അവർക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായതുകൊണ്ടാണല്ലോ അവർ കേനം വിട്ടുപോയത്. എന്നിട്ട് അവർ കേനം വിട്ടുപോയിട്ട് അവരെന്ത് ചെയ്യാം? അവരുടെ വിശ്വാസം ഇതാണ് കേനമിന്റെ നിലപാടെന്ന് പറഞ്ഞു ആളുകളെ അവരാളുകളെ വളരെ ഇതെന്താ പറയുക, വിസ്റ്റത്തിനെ കുറിച്ച് ആളുകൾക്കിടയിൽ ധാരണ ഉണ്ട്. ഇപ്പൊ ജിന്ന് മുജാഹിദ് എന്നൊരു പ്രയോഗം കേരളത്തിൽ കേൾക്കാൻ തുടങ്ങിയത് വിസ്റ്റം വന്നതിന് ശേഷം. നമുക്കറിയാം 2007 മുതൽ 2012 വരെ വളരെ രൂക്ഷമായിട്ടുള്ള തർക്ക വിതർക്കങ്ങൾ നടന്നതിന് ശേഷം ആ ജിന്ന് വിഭാഗം അല്ലെങ്കിൽ ജിന്ന് മുജാഹിദ്, നമ്മളൊരിക്കലും ഒരു ആളുകളെയും ആക്ഷേപിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു പ്രയോഗം, അങ്ങനെ ഒരു പേരിൽ വേർപെട്ടു പോയ ആളുകൾ പറയാം, ഞങ്ങൾ ഇത്രയൊന്നും അതിര് കവിഞ്ഞ് പറയുന്നില്ല, മുജാഹിദ് KNM ഈ വളരെ അതിര് കവിഞ്ഞ് പറഞ്ഞിരിക്കുന്നു, പോലും പറയാത്തൊരവസ്ഥയിൽ നിന്നൊക്കെ ഇങ്ങനെ പറയാൻ ഇയാൾക്ക് എങ്ങനെ സാധിക്കുന്നു? അപ്പോൾ ഇത് കേട്ടുകൊണ്ടൊരു KNMകാരനും അങ്ങനെ വഴിയിലും ജിന്നിനെ കണ്ടു, മരത്തിലും ജിന്നിനെ കണ്ടു, മാളത്തിലും ജിന്നിനെ കണ്ടു, ഇതാണ് KNMന്റെ നിലപാട്, ഇതാണ് KNM പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നത് കേട്ട് ഞങ്ങൾ അങ്ങനെയാണ് എന്ന് അംഗീകരിക്കുന്നതിന് തുല്യമാണ് ഇതിനെതിരെ ആരും പ്രതികരിച്ചില്ലെങ്കിൽ. തീർച്ചയായും വഹാബ്, എന്നെയും വഹാബിനെ പോലെ നമ്മളെ പ്രേക്ഷകരെ പോലെ ലക്ഷക്കണക്കിന് ആളുകൾ, നമ്മൾ എല്ലാവരും കിതാബ് ഓതി കൂടുതൽ പഠിച്ച ആളുകളൊന്നുമല്ല. നമ്മളുടെ മാക്സിമം ലിമിറ്റ് അമാനി മൗലവിയുടെ തഫ്സീറാണ്, അല്ലേ വഹാബ്? നമ്മൾ അത്രേ ഓതിയിട്ടുള്ളൂ, അത്രേ പഠിച്ചിട്ടുള്ളൂ. അപ്പം അതിൽ ഈ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അതായത് പിശാച് രക്ഷ തേടുന്നുള്ള ഭാഗം എനിക്ക് തോന്നുന്നു ഒരു 2-3-4 പേജ് മുഴുവൻ വായിച്ചാൽ അവിടെ ഒരു സ്ഥലത്തും ഈ പിശാച് രോഗം ഉണ്ടാക്കുന്ന ഒരു സൂചന അവിടെ ഇടയില്ല. വസ്വാസിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ എങ്ങനെയാ ഈ ഒരു അതങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിങ്ങൾ നോക്കൂ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു മുജാഹിദ് പ്രവർത്തകന് പോലും നമ്മളൊരു അസുഖമുണ്ടായാൽ ഇത് ജിന്ന് ബാധിച്ചാണ് എന്നൊരു വിശ്വാസം 2000 വർഷം മുൻപ് വരെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 20 വർഷക്കാലമായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ തളർത്താൻ വേണ്ടി, അത് സാമൂഹ്യ മണ്ഡലത്തിലും വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയൊക്കെ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ച് വന്ന, നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു വരുമ്പോഴാണ് ഈ പ്രസ്ഥാനത്തെ തളർത്താൻ വേണ്ടി, പിളർത്താൻ വേണ്ടി, തകർത്താൻ വേണ്ടി ഇത്തരത്തിലുള്ളൊരു ജിന്നുമായി ബന്ധപ്പെട്ട, അതേപോലെ തന്നെ പിശാചുമായി ബന്ധപ്പെട്ട, നമുക്കൊരിക്കലും ഇഹലോകത്ത് അള്ളാഹു ഒരു ജിന്ന് മുഖേനയും പിശാജ് മുഖേനയുമാണ് നിങ്ങൾക്ക് രോഗമുണ്ടാവുക എന്ന് പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ രോഗമുണ്ടായാൽ പിന്നെ മനുഷ്യന് ഈ ആന്റിബയോട്ടിക്കും അതേപോലെ മറ്റു ചികിത്സകൾ നടത്തുന്നതിന് അർത്ഥമല്ല. അപ്പൊ ഇത് കൊണ്ടെത്തിക്കെടുക്കുക, ഒരാൾ പിശാജ് കയറിയിട്ടാണ് ഉണ്ടായതെന്ന് വിശ്വസിച്ചൊരു ആളുണ്ടായാൽ പിന്നെ അവന്റെ അടുത്ത പ്രതിവിധി എന്താ? ഈ കയറിയ പിശാചിനെ എന്ത് ചെയ്യണം? ഇറക്കണം. അപ്പൊ അങ്ങനെ പിശാചിന് ഇറക്കുന്ന ജോലി ഹോൾസെയിലായിട്ട് എടുക്കാൻ വേണ്ടി ചില ആളുകൾ ബോധപൂർവം ഈ മതത്തിലേക്ക് അല്ലെങ്കിൽ പ്രസ്ഥാനത്തിലേക്ക് കടത്തിക്കൂട്ടിയാണ്. കാരണം അപ്പുറത്ത് സമസ്തക്കാർക്ക് അങ്ങനെ കുറേ ബാവന്മാരും ബീമാരും സിദ്ധന്മാരൊക്കെ ഉണ്ട്. അതേപോലെ പലരും എന്ത് ചെയ്യുന്നുണ്ട്? മന്ത്രവാദികളായിട്ട് ജിന്നുമമാരും പിന്നെ സിദ്ധന്മാരൊക്കെ ആയിട്ട് മതർക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ളൊരു കച്ചവട താല്പര്യം കൂടി ഇതിലേക്ക് പോകുന്നപ്പോൾ അടുത്ത് ഒരു സാജിദ് രങ്ങാടി ആ വിസ്റ്റം വിട്ടു പോകുന്ന ഒരാൾ വെളിപ്പെടുത്തുന്നുണ്ട്. റാക്കികൾക്കുള്ള ഒരു യൂണിയൻ, അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിലൊരു റാക്കിയ എന്ന ഒരു സ്ത്രീകൾക്ക് വേണ്ടിയുള്ള റാക്കി എന്ന് അവർ പറയുന്നത് ഈ ജിന്നിറക്കുന്ന ജോലിക്കാരാണ്. ഈ നിലപാടിന് തിരിച്ചു വന്നിട്ടുള്ള ഒരു നിലപാട് തിരിച്ചത് അദ്ദേഹത്തിന് പോലും ഉൾക്കൊള്ളാൻ കഴിയും. അദ്ദേഹം ഈ ഓരോ നേതാക്കന്മാരുടെയും വീട്ടിൽ പോയിട്ട് ഈ ജിന്നിറക്കിയ കഥ പറയുന്നുണ്ട്. അപ്പൊ അവരൊക്കെ തെളിവ് ധരിക്കുന്ന വെച്ചാൽ ഉഖ്റജ് വല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഹദീസിലുണ്ട്. ഈ തെളിവും വെച്ചിട്ട് അവരെന്ത് ചെയ്യണം? ഓരോ വീട്ടിൽ പോയി ജിന്നിറക്കും. നമുക്ക് ചോദിക്കാനുള്ളത് സിമ്പിളായിട്ട്, ഒരു മനുഷ്യന്റെ ബുദ്ധി അവന്റെ പിന്നെ ഇതുണ്ടല്ലോ മനസ്സിനോട് പറയുന്നത്, എങ്ങനെയാണ് ഈ ശരീരത്തിൽ ജിന്നുണ്ട് എന്നൊരാൾക്ക് വ്യക്തമാവുക? ജിന്ന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജിന്നും പിശാചും ഒക്കെ തീനാൽ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളാണ്. അത് അള്ളാഹു കൃത്യമായി പറഞ്ഞാണ്, എനർജിയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മെറ്റീരിയലാണ്, മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടാണ്. പക്ഷേ പിശാചും മലക്കൊക്കെ എനർജിയാണ്, തീയും വെളിച്ചമാണ്. അപ്പം ഈ ഊർജ്ജത്താൽ സൃഷ്ടിക്കപ്പെട്ട ജിന്നിൻ്റെ സാന്നിധ്യം നമ്മുടെ കണ്ണുകൊണ്ടോ നമ്മുടെ കാത് കൊണ്ടോ നമുക്ക് സ്പർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കേട്ടുകൊണ്ടോ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയില്ല. എങ്ങനെയാണ് ഈ വിസ്റ്റം സഹോദരന്മാർ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ പോയാൽ ജിന്ന് ബാധിച്ചിരിക്കുന്നു എന്ന് അറിയാമെന്നാണ് ഫസ്റ്റ് നമ്മൾ ചോദിക്കുന്നത്. ഒരിക്കലും നമ്മളെ ഇന്ദ്രിയങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവ് പടച്ചം കൊടുത്തിട്ടില്ല. ഇനി പ്രവാചകന്മാർക്ക് സുലൈമാൻ നബി കൊടുത്ത മൊയ്സത്തായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. റസൂലിനും അങ്ങനെ ഒരു മൊയ്സത്ത്, ജിന്നുകളുടെ സാന്നിധ്യം അറിയാൻ വേണ്ടി. കാരണം അവിടെ ഖുർആൻ കേട്ടുപോയ ജിന്നുകളെ കുറിച്ച് റസൂലിന് വഹി കൊടുത്തിട്ട് റസൂൽ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കങ്ങനെ വഹി കിട്ടില്ലല്ലോ. അതേപോലെ നമുക്ക് നമ്മുടെ ഇന്ദ്രിയ ശക്തികൾക്ക് അതിന് കഴിവും തന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യ ശരീരത്തിൽ ജിന്നുണ്ട് എന്ന് ഏത് വിസ്റ്റംകാരൻ വാദിച്ചാലും ഏത് മനുഷ്യൻ വാദിച്ചാലും അത് പൂർണ്ണമായിട്ടും അബദ്ധമാണ്. അങ്ങനെ ഒരു ജിന്നിൻ്റെ സാന്നിധ്യം കണ്ടെത്താനുള്ള ഒരു കഴിവും അറിവും മനുഷ്യർക്ക് നൽകിയിട്ടില്ല. ചില ആളുകൾക്ക്
ഈ വൈറസ് ബാക്ടീരിയ ഒക്കെ രോഗം ഉണ്ടാക്കുന്ന പോലെ രോഗം ഉണ്ടാക്കപ്പെടുന്ന ഒരു കാരണമാണ് ജിന്ന് മുഖേന അത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവും. അത് മറ്റുള്ള രോഗങ്ങൾക്കൊന്നും ചികിത്സിച്ചിട്ട് മാറാത്തൊരവസ്ഥ കാണപ്പെടുകയാണെങ്കിൽ ഈ ഇത്തരത്തിലുള്ള പിന്നെ റുക്കിയ ആ രീതിയിലേക്ക് ജിന്ന് ചികിത്സ നടത്തുന്ന അനുവദനീയമാണെന്ന് ഈ പല നമ്മളെ ഇടയിലുള്ള ആളുകൾ പോലും പറയപ്പെടുന്ന അത്തരത്തിൽ ഇഷ്ടംവാദമുള്ള ആളുകൾ ഇപ്പോഴും മുഴുവനായിട്ട് മുജാഹിദ് പ്രസ്ഥാനം വിട്ടുപോയിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അങ്ങനത്തെ ആളുകൾക്ക് അങ്ങനെ വാദമുണ്ട്, നമ്മളോടൊക്കെ സംസാരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് ഇതിനൊരു മറുപടി ഇസ്ലാം ഇത് പറയാനുള്ളത്? അവർ സത്യത്തിൽ റസൂലിന് രോഗം വന്ന് മാറാതെയാണ് റസൂൽ വഫാത്തായത്. 63 വയസ്സിലാണ് അഷ്റഫുൽ ഈ ലോകത്ത് വിട പറയുന്നത്. അബൂബക്കർ സിദ്ദീഖും 63 വയസ്സ് നടപ്പോൾ സുബൈർക്കാക്ക് എത്ര വയസ്സായി? 62ആയി. അപ്പം നമ്മളൊരു വലിയൊരു പ്രായം എന്നല്ല 63 വയസ്സ്. പക്ഷെ റസൂലിന് പനി പിടിച്ച് പിന്നെ കുറച്ച് മാറിയപ്പോൾ റസൂല് രണ്ടാളുടെ തോളിൽ പിടിച്ചുകൊണ്ട് പിന്നെയും ഇമാമുക്കാൻ വന്നു. പിന്നെ റസൂല് കിടപ്പിലായി. ആ പനി മാറാതെ ആ അസുഖം അങ്ങനെ നീണ്ടുപോയപ്പോൾ ഏതെങ്കിലും ഒരു സഹാബത്ത് സംശയിച്ചോ? മാറുന്നില്ല, ഇനി ഇത് ജിന്നുബാധയായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പറയാമായിരുന്നു. റസൂൽ ഏതെങ്കിലും ഒരു സഹാബിൻ്റെ മാറാത്ത അസുഖം ഇത് ജിന്നു ബാധിച്ചിട്ടാന്ന് പറഞ്ഞു. മാത്രമല്ല ഈ ആളുകളൊക്കെ കൊണ്ടുവരാറുള്ളൊരു തെളിവുണ്ട്. റസൂലിൻ്റെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നു, അപസ്മാരം ബാധിച്ചോട്ട് ഞാൻ മറിഞ്ഞു വീഴുന്നു. അപ്പോൾ അത് റസൂൽ ഇവർ പറഞ്ഞ പോലെയാണെങ്കിൽ അപസ്മാരത്തെ കുറിച്ചാണ് കാര്യമായിട്ട് ജിന്നുബാധ എന്ന് പറയുന്നത്. അറബി പദം അത് അപസ്മാരക നിലയിൽ ഭ്രാന്ത് നിലയിൽ അറബിയിൽ പ്രയോഗിക്കുന്ന വാക്കാണ്. അപ്പൊ ആ സ്ത്രീയോട് റസൂൽ എന്താ പറയണ്ടത്? പെണ്ണെ നിന്റെ ജിന്ന് ബാധിച്ചതാണ് ആയിരിക്കും. റസൂൽ പറഞ്ഞില്ല. റസൂൽ അവിടെ പറയുന്നത് ഇത് നിനക്ക് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്, ഇതിന് നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് കൂലിട്ടും. അല്ല ഞാൻ നിനക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രാർത്ഥിച്ചുകൊണ്ട് അസുഖം. അപ്പൊ പെണ്ണ് പറയാം ഇന്ന് റസൂലെ ഞാൻ ക്ഷമിച്ചോളാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനിങ്ങനെ അപസ്മാരമായിട്ട് വീണ് പോകുമ്പോൾ എൻ്റെ ഔറത്ത് വെളിവാകുന്നുണ്ട്, അതില്ലാതായിരിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ റസൂല് പ്രാർത്ഥിച്ചു. ഇവിടെ നോക്ക് വളരെ കൃത്യമാണ്. ഈ കൊണ്ടുവരുന്ന തെളിവൻ എന്തിനാണ്? ഇത് ജിന്നു ബാധിച്ചല്ല എന്നതിനെ മനസ്സിലാക്കേണ്ടത്. ഇനി റസൂൽ ഏതെങ്കിലും ഒരു ചികിത്സ, ചില ആളുകൾ യുഹ്റജ് അതുവല്ല എന്ന് പറഞ്ഞ് നെഞ്ചത്ത് തട്ടിയിട്ട് ഇപ്പോൾ മുജാഹിദ് ബാദ്ഷാരൊക്കെ ഈ റുക്യ ചെയ്യുന്ന ആളുകളൊക്കെ ഇത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് റുക്യ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ജിന്നിനെ ഇറക്കേണ്ടത് പറഞ്ഞിട്ട്. അങ്ങനെ റസൂൽ ചെയ്ത ചികിത്സകളൊന്നും നമുക്ക് ചികിത്സിക്കാനുള്ളതല്ല. കാരണം അങ്ങനെയാണെങ്കിൽ റസൂൽ തുപ്പല് കൊണ്ട് അലി റളിയല്ലാഹുവിന്റെ കണ്ണ് അസുഖം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഇനി ഇപ്പോൾ ഇവിടെ നല്ല മൂല്യന്മാരൊക്കെ തുപ്പല് കൊണ്ട് ചികിത്സിക്കുന്നത് മുജാഹിദീൻ എന്ത് ചെയ്യേണ്ടി വരും? ചികിത്സിക്കേണ്ടി വരും. അപ്പം നമ്മൾ അക്ഷരവായന നടത്താതെ പ്രവാചകന്മാർക്കുണ്ടാകുന്ന മുഅ്ജിസത്തുകളെ അതുപോലെ അംഗീകരിക്കുകയും ഖുർആനിൽ ഈ വിഷയം എന്ത് പറഞ്ഞോ അത് നമ്മൾ സ്വീകരിക്കുക, സ്വഹീഹ ഹദീസുകളിൽ എന്ത് റസൂൽ പഠിപ്പിച്ചോ അത് നമ്മൾ സ്വീകരിക്കുക. അവിടെയാണ് ഖുർആൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊരു സൂറത്ത് തന്നെ അവതരിച്ചിട്ടുണ്ട്, സൂറത്തുന്നാസ്. ഈ സൂറത്തുന്നാസ് മനുഷ്യർ എന്ന അധ്യായത്തിന്റെ പ്രമേയം തന്നെ എന്താണ്? മനുഷ്യരെന്തിൽ നിന്ന് ആ അദൃശ്യനായിട്ടുള്ള മനുഷ്യർക്ക് സംബന്ധിച്ചിടത്തോളം അഭൗതികമായിട്ടുള്ള ജിന്നു പിശാചുക്കൾ എന്ത് സ്വാധീനമാണ് മനുഷ്യൻ ചെലുത്തുക എന്നാണ്. ഖുൽ അഊദു ബി റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. രക്ഷ തേടുന്ന എന്തിൽ നിന്നാണ്? അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യ മനസ്സുകളിൽ വസ്വാസ് ഉണ്ടാക്കി തിരിഞ്ഞു കളയുന്നവനിൽ നിന്ന്. അതാരാ? മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുള്ള പിശാചുക്കളാണ്. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് മനുഷ്യ മനസ്സുകളിൽ വസ്വാസ് ഉണ്ടാക്കി തിരിഞ്ഞു കളയുന്ന മനുഷ്യരിലും ജിന്ന് വർഗത്തിലും പെട്ട പിശാചുക്കളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു എന്ന് പറഞ്ഞു. ഇവിടെ റസൂലും പഠിപ്പിച്ചതാണ്. പിന്നെ വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പം നമുക്ക് ധനനഷ്ടങ്ങൾ, സന്താന നഷ്ടങ്ങൾ, രോഗങ്ങൾ, ഭയങ്ങൾ, പിന്നെ വിശപ്പ്, ആയതിനൊക്കെ ഓർമ്മയില്ല, ഇതൊക്കെ പടച്ചോൻ എന്താ പറയുന്നത്? രോഗം തന്ന് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. അപ്പൊ രോഗം തരുന്നത് പടച്ചോനാണോ? പിന്നെ സംശയിക്കാൻ പോലും പാടില്ല. അത് അങ്ങനെ ഒരു സംശയം പോലും ഒരു വിശ്വാസിന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് ഹത്താ ഷൗക്കാന്ന് പറഞ്ഞ ഒരു മുള്ളു കുത്തിയാൽ പോലും അതിന് നമുക്കൊരു കൂലിണ്ട്, ഒരു പാപം പുറത്തിട്ടും. അപ്പൊ നമുക്ക് വരുന്ന രോഗങ്ങൾ നമുക്ക് ശരിക്കും ഹൈറാണ്. അവിടെ ഒരു വിരോധാഭാസം ഉണ്ട്. പിശാജാണ് രോഗം. പിശാജ് നമുക്ക് രോഗം തരുന്നു, രോഗം തന്നിട്ട് നമ്മളത് ക്ഷമിക്കുന്നു. അപ്പൊ നമുക്ക് വലിയ പുണ്യം കിട്ടുന്നു. നമുക്ക് വലിയ പുണ്യം കിട്ടാൻ പിശാജ് സാഹചര്യം ഉണ്ടാക്കും. അത് ആ പിശാജാണ് രോഗം തരുന്നതിൽ റസൂല് വളരെ കൃത്യമായിട്ട് ഗണ്ണിച്ചിട്ടുണ്ട്. ലാ അദുവാ എന്ന് പറഞ്ഞുകൊണ്ട് റസൂല് വളരെ കൃത്യമായിട്ട് തന്നെ ഗണ്ണിക്കുന്നുണ്ട്. അങ്ങനെ പിശാജിൽ നിന്നും രോഗം ഉണ്ടാകുന്ന ഒരു ചിന്ത പൈശാചികമായിട്ടാണ്, പിശാച് ബാധിച്ചിട്ടാണ് ഈ മാറാവ്യാധികൾ എന്താണ് ചിന്ത പണ്ടേ ഉണ്ടായിരുന്നു, നമ്മളെ നാട്ടിലുണ്ടായിരുന്നു ജാഹിലിയ കാലത്ത്. റസൂൽ അതിനെ പാടെ നിരാകരിക്കാണ്. ലാ അദുവ, അങ്ങനെ ഒരു രോഗം പിശാചിൽ നിന്നും എന്ത് ചെയ്യുന്നില്ല, പരക്കുന്നില്ല, വ്യാപിക്കുന്നില്ല, ഉണ്ടാകുന്നില്ല എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു ചിന്ത മനുഷ്യന് വന്നത് എങ്ങനെയെന്നുള്ളത് പണ്ട് കാലത്തേ ഉണ്ട്. മനുഷ്യന് അദൃശ്യമായിട്ടുള്ള ശക്തികളിൽ ഓവറായിട്ടുള്ള ഒരു ഭയപ്പാട്,
അത് മനുഷ്യന് പണ്ടേ ഉണ്ട്. അത് കാറ്റിനെ ഭയക്കുന്ന, അതേപോലെ തന്നെ കടലിനെ ഭയക്കുന്ന, പിശാചിനെ ഭയക്കുന്ന, ജിന്നിനെ ഭയക്കുന്ന, അങ്ങനെ പേടിക്കേണ്ടവനല്ല മനുഷ്യൻ. അവിടെയാണ് നമ്മൾ അമ്നിന്റെ പ്രാധാന്യം. ഈമാൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വം എന്നുള്ളു. അമ്ന് എന്ന് പറഞ്ഞാൽ ഈമാൻ കിട്ടിയ ആള്, ആ ഒരു നിർഭയത്വം കിട്ടിയ ആൾക്കാണ് മുക്മീൻ എന്ന് പറയാൻ. അപ്പൊ ഈ വീഡിയോയിൽ പറയുന്ന മാതിരി ആകുമ്പോ ജിന്നിനെയും പേടിക്കണം, എല്ലാറ്റിനെയും പേടിക്കണം. അവർക്ക് ജീവിക്കാൻ കഴിയില്ല. ഇപ്പൊ ഒരു രോഗം ഉണ്ടായാലും, ഒരു വിസ്റ്റംകാരന്റെ വീട്ടിൽ ഒരു കുട്ടിക്ക് അസുഖം ഉണ്ടായാൽ അയാൾ ആദ്യം സംശയിക്കുക എന്താണ്? ഇത് ജിന്ന് വായിച്ചാണോ? പിന്നെ അയാൾക്ക് കൊണ്ടുപോകുന്ന ഡോക്ടർ ഏത് സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം? അപ്പൊ അതുകൊണ്ടാണ് ഈ വിസ്റ്റം ഗ്രൂപ്പിൽ ഇങ്ങനെ റാക്കിമാരും ഇതുപോലത്തെ ആളുകളും വ്യാപകമാവുന്നത്. എനിക്ക് തോന്നുന്നു ഈ സാജിദ് തിരങ്ങാടിയെ പോലെ ആളുകൾ, കുറേ ആളുകൾ ഈ രംഗത്തേക്ക് വന്നപ്പോൾ കച്ചവടം കുറഞ്ഞുകൊണ്ടാണോ എനിക്കറിയില്ല. അവര് ശരിക്കും ഇതൊരു ബിസിനസ്സായിട്ട് മാറ്റണം, വ്യാപകമായിട്ടൊരു ബിസിനസ് ആയിട്ട്. ഈ വിശ്വാസ കാര്യങ്ങളിൽ അവസാനത്തെ 6-ാമത്തില് ഹൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണ്, അള്ളാഹുവിൽ നിന്നാണ് മാത്രം. ഇവർ പഠിക്കാതെ പോയൊരു കാര്യമാണ് ഈമാനിന്റെ ഈ പാർട്ട്. നമുക്ക് ഹൈറും ഷെറും നൽകുന്നത് അള്ളാഹു ആണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ. അള്ളാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത ലാ യൻഫഉൽ ജദി മിൻക. അള്ളാഹുവേ, നീ തടഞ്ഞ് നൽകാനോ നീ നൽകിയ തടയാനോ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. ഒരു ജിന്നിനും പിശാചിനും അള്ളാഹുവിന്റെ ഖദറിനപ്പുറത്ത് അല്ലെങ്കിൽ പടച്ചോ നിശ്ചയിച്ചതിനപ്പുറത്ത് ഇടപെടാനേ പറ്റില്ല, വസ്വാസ് ഉണ്ടാക്കാൻ പോലും പറ്റില്ല. എന്നിരിക്കെ നമ്മളിങ്ങനെ ശരീരത്തിലേക്ക് ജിന്നിങ്ങനെ കയറിയിട്ട് അവർക്ക് പല രോഗങ്ങളും, ഏതൊക്കെ രോഗം ഇവർ ആരും പറയുന്നില്ലല്ലോ. കാരണം ഒരു രോഗം സ്പെഷ്യലിസ്റ്റായിട്ട്, ജിന്നിന്റെ സ്പെഷ്യൽ രോഗമായിട്ടൊന്നും പറയുന്നില്ല. പല രോഗങ്ങളും ഉണ്ടായേക്കാം, മേ ബി എന്നൊക്കെ പറഞ്ഞാണ് ചില ആളുകൾ ന്യായീകരിക്കുന്നത്. വളരെ കഷ്ടമാണ്. എന്തായിരുന്നാലും നമ്മൾ ഈ വിഷയം ഇവിടെ ഇദ്ദേഹം പറയുന്നത് പോലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ KNMന്റെ നിലപാട് പറയേണ്ടത് അത് ടി പി അബ്ദുൽ മൗലവി വളരെ ശക്തമായിട്ട്, AP അബ്ദുൽ ഖാദർ മൗലവി, അതേപോലെ ഡോക്ടർ ഹുസൈൻ മടവൂരും ശക്തമായിട്ട് ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ള ഭയാശങ്കകളുമായി നടക്കുന്ന ആളുകൾ, നമുക്ക് സമയം ഉണ്ടെങ്കിൽ അത് ഇവിടെ കേൾപ്പിക്കാം, ഓരോരുത്തരും മുൻപ് പറഞ്ഞു വെച്ചത്. അപ്പൊ ഇപ്പൊ പുതിയ കുറച്ച് ആളുകൾ വന്നിട്ട് ഇത് ഇത്രയൊന്നല്ല, ഇവരെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ മേശ വലിക്കുമ്പോൾ ജിന്നിനെ പേടിക്കണം. നമ്മള് ഒരു ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കേൾക്കാൻ സമയം ഉണ്ടെങ്കിൽ ആ ശംസുദ്ദീൻ മാലത്തിന്റെ ക്ലിപ്പ് ഒന്ന് കേൾക്കാം. ഇവിടെ അത് ഒന്ന് കേൾപ്പിക്കാം. ജിന്നുകളെ കൂട്ടത്തിൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്. എത്ര ചീത്ത ഉണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബൈക്ക് നമ്മൾ കിടന്നുറങ്ങൂല, അവർ വിളിച്ചുണർത്തിക്കോളും. അതിനെന്താ വഴി? അതിന് വഴി ഉണ്ടായി ഇൻഷാ അല്ലാഹ് പറയാൻ പോവാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിൻ്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ റോട്ടിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന ആ അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. ഇപ്പോൾ റോഡിൻ്റെ അരികിലൂടെ നടക്കുന്ന ഒരു വാഹനം കൊണ്ട് വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയെന്ന് തോന്നി, ആരുമല്ല, നിങ്ങളെ സുഹൃത്താണ്. സംഭവിക്കാം, നിങ്ങളാണ് മാറും. എത്ര സംഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പം ഞാനെങ്ങനെ ഒഴിഞ്ഞ് നമ്മൾ വിചാരിക്കും ഞാനെങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടെ. ഓക്കെ, പിന്നെ മുംബൈ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിയതാണ്, നമ്മളിപ്പോൾ 100 കൊല്ലം KNMന്റെ 100 കൊല്ലത്തെ നിറവിലാണ് ഇപ്പോൾ KNM ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ഹദീസായാലും ആയത്തായാലും ഇതൊന്നും പുതിയതല്ല. ഈ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഈ ഹദീസും ആയത്തും അതിൻ്റെ ശേഷം വഴിയൊന്നും വന്നിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് 2002 ശേഷം 2012 ശേഷം ഇങ്ങനെ ഈ പല ആരോപണങ്ങളും വിശ്വാസ വ്യതിയാനങ്ങൾ ഇതൊക്കെ വരാൻ എന്തായിരിക്കും? ഞാനൊരു വിവാദത്തിലേക്ക് ഒരാളെ ഇതായിട്ട് പറയാം. അത് മൊത്തത്തിൽ ഖുർആനില് സൂറത്ത് റൂം പറയുന്ന ഒരു ആയത്തുണ്ട്, അവരോരോരുത്തരും അവരവരുടെ കയ്യിലുള്ളതിനെ കുറിച്ച് സന്തോഷം അടയുന്ന അറിയുന്നത്. അത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. സംഘടനകൾ പിളർന്നപ്പോൾ ഓരോ ഗ്രൂപ്പും അവർക്ക് വ്യത്യാസം ഉണ്ടാക്കിയതാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ. ഇപ്പോൾ APEക്കും പിളർന്നപ്പോൾ ഇരുന്നുണ്ടായിരുന്നു, മുജാഹിദീനോട് പിന്നെ കണ്ട സലാം പറയാൻ പറ്റില്ല, ഞങ്ങൾ തൊടാനേ പറ്റില്ല കണ്ടുപിടിക്കുന്നത് മത്സരിക്കുകയാണ്. അതേപോലെ മുജാഹിദ് പ്രസ്ഥാനം പിളർന്നപ്പോൾ ഞങ്ങളാണ് ശരിയായ സലഫികൾ, ഞങ്ങളാണ് ശരിയായ മുജാഹിദുകൾ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഓരോ ഗ്രൂപ്പും മൈന്യൂട്ടായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ, അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നോ? അപ്പോൾ ഒന്നുമില്ല, വിരൽ ഇങ്ങനെ ഇളക്കണ്ട എന്നൊക്കെ പറഞ്ഞ് തർക്കമൊക്കെ ഉണ്ട് അന്ന്. ഇപ്പോൾ അന്നൊക്കെ ചെറിയ വിഷയങ്ങളായിരുന്നു. പക്ഷെ അത് പോയി പിന്നെ ഗൾഫ് സലഫികൾ ജിന്നിനെ ഇറക്കാറുണ്ട്, ഗൾഫിലെ സലഫികൾ ഇങ്ങനെ റാക്കിമാരുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഇവരെന്ത് ചെയ്ത് വിസ്റ്റം ഗ്രൂപ്പ് അതന്നെ ഓവറായപ്പോഴാണ് KNM എന്ന് അവരെ പിടിച്ച് പുറത്താക്കിയത്. അപ്പോൾ ഈ തരത്തിൽ സംഘടനകൾ പിളരുന്നതിനനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാക്കി വലുതാക്കി പർവ്വതീകരിച്ച് പിന്നെ അതിനെ ചർച്ച നടത്തി മനസ്സുകൾ അകറ്റാനുള്ള ശ്രമം എല്ലാ ഗ്രൂപ്പിലും. അത് നമ്മൾ ഉദാഹരണത്തിന് 100 കൊല്ലം മുമ്പ് 1921-24 മുസ്ലിം ഐക്യസംഘം KNM ഉണ്ടായ ആ തടിമരം തായ് മരം ഒറിജിനൽ അത് ഇന്നും ഉണ്ട്, അതിലാണ് നമ്മളുള്ളത്. പലരും പിരിഞ്ഞ് പല എക്സ്ട്രീമിസ്റ്റ് രണ്ട് ഭാഗത്ത്. ചില ആളുകൾ എല്ലാ ഹദീസുകളെയും ഇങ്ങനെ വരുന്ന ഹദീസുകളൊക്കെ ഒറ്റയടിക്ക് തള്ളുന്ന ആളുകളുണ്ട്. ഈ ജിന്നല്ല പിശാചന്നല്ല
അതൊക്കെ തോന്നലുകൾ ആ പറയുന്ന രൂപത്തിൽ ഇപ്പോൾ സി എൻ അഹമ്മദ് മൗലിൻ്റെയൊക്കെ അത്തരത്തിലുള്ള വീക്ഷണങ്ങൾക്ക് അമാനി മൗലി കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നുണ്ട്. ചില ആളുകൾ ഓവറായിട്ട് എല്ലാ രോഗങ്ങളും അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ ഉണ്ടാവുന്ന ജിന്നാണ് പിശാചാണ്. നമ്മളതിൻ്റെ ഇടയിൽ എന്താണോ ജിന്നിനെ കുറിച്ചും പിശാചിനെ കുറിച്ചും ഖുർആൻ പറഞ്ഞത് ഹദീസ് പറഞ്ഞത് അവിടെ നിൽക്കുക. ഹദീസ് തള്ളുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും നമുക്ക് ചെയ്യാൻ സ്വന്തം പറ്റില്ല. കാരണം അതൊക്കെ നൂറ്റാണ്ടുകളായിട്ട് അങ്ങനെ ഈ ഹദീസ് നിദാന ശാസ്ത്രത്തിലൂടെ വളരെ കൃത്യമായിട്ടുള്ള ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്തി പണ്ഡിതന്മാർ കൃത്യമായിട്ട് നെല്ലും പതിരും വേർതിരിച്ച് നമുക്ക് തന്നത് നമ്മളൊരു പഠനവും നടത്താതെ നമ്മളെ മഷ്ടത്തിനെ അത് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ്. അത് വേറെ അതിനെയും അതും തെറ്റാണ്. അതേപോലെ തന്നെ എല്ലാ ഹദീസുകളെയും അക്ഷരവായന നടത്തിയിട്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ തരിമൂക്കിൽ പിശാച് കൂടിയിരിക്കുന്നു അറിയുന്നതും ചെവിയിൽ മൂത്രയിക്കുന്നു പറയുന്നതും അതേപോലെ തന്നെ ഈ മൂസാ നബി അലൈഹി ഇസ്ലാം അദ്ദേഹം ഒരാളെ കൊന്നപ്പോൾ ഇത് പിശാച് ചെയ്ത പണിയാണ്, അപ്പം കൊല്ലണ് ഞാനല്ല പിശാചാണെന്ന് കൊടിച്ചുരിക്കും വേണ്ടി പറഞ്ഞത് ഞാനല്ല TP ചന്ദ്രശേഖരനെ കൊന്നത് ആരാണ് ആദാമിൻ അമലി ശൈത്വാൻ എന്നില്ല ഖുർആനിലുണ്ട് ആയത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ പോയാൽ കാരണം വളരെ കൃത്യമായിട്ട് ആദാമിൻ അമലി ശൈത്താൻ എന്ന് മൂസാ നബി പറഞ്ഞിട്ടുണ്ട്. ഞാനല്ല കൊന്നത്, ആരാ കൊന്നത്? വക്കസ മൂസ ഇടിച്ചു, അയാൾ മരിച്ചു. അപ്പോൾ ഇതൊക്കെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അങ്ങനെ എല്ലാവർക്കും എന്ത് ചെയ്യാം. ഞാൻ മനസ്സിലാക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇത്തരം വിശ്വാസങ്ങളൊക്കെ കയറി വരുന്നത് നമ്മൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈ നവോത്ഥാനം പ്രവർത്തനം ആകൃഷ്ടരായിട്ട് സുന്നിയിൽ നിന്ന് തന്നെ ഒരുപാട് പണ്ഡിതന്മാർ മുസ്ലിയാക്കന്മാർ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അടുത്ത കാലത്തായിട്ട് ഒരുപാട് വന്നിട്ടുണ്ട്. കുറച്ച് നേരത്തെ ഉണ്ട്. അതിൽ വന്ന പല ആളുകളും ഇപ്പോൾ നമ്മളെ കേരള മുസ്ലിങ്ങളെ തന്നെ പരിശോധിച്ചാൽ മനസ്സിലാവും പല പിന്നെ അനിസ്ലാമികമായിട്ടുള്ള ഒരുപാട് ആചാരങ്ങൾ മുസ്ലിങ്ങളുടെ ഇടയിൽ കടന്നു വരാൻ തന്നെ കാരണം നമ്മൾ അവിടുന്ന് അതായത് ഇസ്ലാം ആവുന്നതിന് മുമ്പ് നമ്മളെ പൂർവികർ പല അനാചാരങ്ങളും ആചാരങ്ങളും ഇസ്ലാമികല്ലാതെ നടത്തിയത് ഇസ്ലാമിലേക്ക് കണ്ടുവരുന്നുണ്ട്. ഷിയാക്കളും ഖബർ പൂജകളൊക്കെ ആയിട്ട് വിളക്കെത്തിക്കുന്ന പലതും നമ്മൾ കാണും. അതേപോലെ തന്നെ ചില മുസ്ലിയാക്കന്മാർ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള മുസ്ലിയാക്കന്മാർ ഇത്തരത്തിലുള്ള ഈ ജിന്ന് പരമായിട്ടുള്ള വാദങ്ങളും അവരുടെ വിശ്വാസങ്ങളും മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്നപ്പം അവരത് അവിടെ വെക്കാതെ പോന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ഫൈസൽ മുസ്ലിയാരൊക്കെ വ്യാഖ്യാനങ്ങൾ തോന്നുമ്പോൾ വിസ്റ്റംകാർക്ക് പോലും ദഹിക്കാത്ത എന്ന് പറഞ്ഞാൽ ഈ അടുത്തുണ്ടായല്ലോ എന്തിനാണ് ഇപ്പൊ ജിന്നിനെ പിന്നെ വിളിക്കുന്നത് ശിർക്കാവൂല വസീലത്തെ ശിർക്കാവുന്ന വെറുതെ വാദിച്ചുകൊണ്ട് ഈ ഫൈസൽ മുസ്ലിയാർ 2002 അന്ന് ഞാൻ നാട്ടിലൊരു സെയിൽസിന്റെ വർക്ക് എടുക്കുന്ന സമയത്ത് ചമ്മാടൊരു ഷോപ്പിൽ വെച്ചിട്ട് അന്ന് ഫൈസൽ മുസ്ലിയാർ പാക്കടപ്പുഴ പിളർന്നുടനെ അതായത് മർക്കസ് ദേവ പിളർന്ന ആ സമയത്ത് അതായത് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നടന്ന് തിരൂരൊക്കെ പിന്നെ ഇത് നടക്കുന്ന സമയത്ത് ഈ രീതിയിൽ അന്ന് ഫൈസൽ മുസ്ലിയാർ KNM സജീവമായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. അന്ന് ഇങ്ങനെ ഞങ്ങൾ KK സ്റ്റോർ എന്ന് പറയും സ്റ്റോർ പറഞ്ഞ ഇതൊന്നുമില്ല. അന്ന് ഡയറക്റ്റായിട്ട് നമ്മളെ നാട്ടിലൊക്കെ ഫൈസൽ മുസ്ലിയാരെ കൊടുത്ത് കണ്ടന്റ് നടത്തുന്ന സമയത്ത് നമ്മൾ ആ ഒരു പരിചയം വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അന്ന് ഫൈസൽ മുസ്ലിയാർ എന്നോട് പറഞ്ഞതാണ് ജർമ്മനിയിൽ നിന്നൊക്കെ ജിന്നിനെ നമുക്ക് കീഴ്പ്പെടുത്തിയിട്ട് മരുന്ന് കൊണ്ട് എത്തിക്കാൻ പറ്റുമെന്ന് നേരിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ജനിച്ചു വളർന്നതും പഠിച്ചതും ഒക്കെ അറബി കോളേജ് ഫുള്ള് മുജാഹിദ് ഹിസ്റ്ററിയിൽ 2002 മുജാഹിദ് ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം മുജാഹിദർ ഇതിൽ ജാഗരൂകരായപ്പോൾ കുറച്ച് ഇതൊന്നും അല്ലായിരുന്നു. ഇവര് കടക്കാൻ ഭയപ്പെടുക, പള്ളിക്ക് രാത്രി പോകാൻ ഭയപ്പെടുക, ചുടളം ചിന്താൻ ഭയപ്പെടുന്നൊക്കെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ നമ്മൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരുടെ നിരന്തരമായ ജാഗ്രത കൊണ്ട് കുറേ ആളുകളെ തിരിച്ചു. പക്ഷേ നമ്മൾക്ക് ആലോചിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞ പോലെ 100 കൊല്ലം കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കി കൊടുന്ന ആ ഒരു സംഗതി വീണ്ടും നാറാണത്ത് പ്രാന്തനെ പോലെ താഴേക്ക് പോവുകയാണ്. വീണ്ടും ആ ഗുളികന്റെയും കുട്ടിച്ചാത്തന്റെയും ചാത്തൻ കയറലെയും ചാത്തൻ കുക്കലെയും നമ്മൾ ഈ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ബദരീങ്ങൾ ഇവരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പോൾ അവരെ സുഹൃത്തുക്കളോട് നമ്മൾ പറയാറുണ്ട് അത് മേ ബി ചിലപ്പോൾ അത് ശിർക്കാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ പരവും കംപ്ലീറ്റ് പോയില്ലേ, എന്തിനാണ് ഈ ഉറപ്പില്ലാത്തതിന്റെ പുറകെ പോകുന്നത്? അത് തന്നെ ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത്. അവർക്ക് ഉറപ്പില്ല ഇത് രോഗം ജിന്നുണ്ടാക്കിയെന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷെ നമ്മളോട് വാശി നിൽക്കാൻ പറയും പോലെ നമ്മൾ രോഗം ഉണ്ടാക്കുന്ന ജിന്നും പിശാചും അല്ല മക്കളെ എന്ന് പറയുമ്പോൾ അല്ല, അങ്ങനത്തെ ഒരു വാശിക്ക് വേണ്ടി അതിന് വേണ്ടി വാദപ്രയോഗം നടന്ന ആൾക്കാർ ജിന്നാണ് പിശാചാണ് രോഗം ഉണ്ടാക്കുന്നത്. അള്ളാഹു പറയുന്നത് അള്ളാഹു ആണ് രോഗം ഉണ്ടാക്കുന്നത്, രോഗം തരുന്നവൻ. നമ്മളെ സമയം ഏകദേശം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലിപ്പിൽ ഇനിയിപ്പോൾ ഇതേപോലെ പിന്നെ അബൂബക്കർ സൽഫിയും ഫൈസൽ മുസ്ലിയാർ പറയുകയാണെങ്കിൽ നമുക്ക് നിരന്തരം പ്രതികരിക്കണം. കാരണം പ്രതികരണം ഇതാണ് KNM നിലപാടെന്ന് അവർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഈ നൂറ്റാണ്ട് തികക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ KNM-ന്റെ ആദർശം അതേപോലെ ആളുകളിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയണം, അത് നിലനിർത്താൻ കഴിയണം. ഇസ്ലാഹ് TV ചെയ്യുന്ന ഈ പ്രവർത്തനം വളരെ ശ്ലാഘനീയമായിട്ടുള്ള, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാഹിൻ്റെയും ഗ്ലോബൽ ഇസ്ലാഹി TVയുടെയും ഒക്കെ അണിയറ പ്രവർത്തകർക്ക് ഇനി അവരുടെ ബാധ്യതയും വർക്കും കൂടുകയാണ്. തീർച്ചയായും അതെ അതന്നെ.
കാരണം കേരളത്തിൻ്റെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി നമ്മൾ അവസാനിപ്പിക്കാം, കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസം എന്ന് തുടങ്ങി കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ജാതി മത ഭേദമന്യേ എല്ലാവരും KNMനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. കാരണം KNMന്റെ പഴയകാല നേതാക്കന്മാരുടെ കൂടെ പഠിച്ച സതീർത്ഥ്യരായിരുന്നു മറ്റ്, ഉദാഹരണത്തിന് ശ്രീനാരായണ ഗുരു, അല്ലെങ്കിൽ ഈ സ്വാമി ഇങ്ങനെ അയ്യപ്പൻ, ഇങ്ങനെ കുറേ ഒരുപാട് ആളുണ്ട്. അപ്പോൾ അവരിലൊക്കെ നമ്മുടെ KNMന്റെ പൂർവ്വകാല നേതാക്കന്മാരുടെ സ്വാധീനം അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ കൂടി അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് കേരളത്തിലെ ജനകീയ നവോത്ഥാന മുന്നേറ്റങ്ങൾക്കൊക്കെ KNMന്റെ നേതാക്കന്മാരോട് പ്രത്യക്ഷത്തിലില്ലെങ്കിലും അതിൻ്റെ അവരുടെ ഒരു സ്വാധീനം അതിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. നമുക്ക് അവസാനിപ്പിക്കാം. ഏതായാലും ഇതുവരെ ഇസ്ലാഹി TV-യിൽ ഈ ചർച്ച കേട്ട എല്ലാവർക്കും ഇസ്ലാഹി TV-യുടെ പേരിൽ നന്ദി പറയുന്നു. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.